ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രൈവ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റ നെക്സോണിൻ്റെ XE വേരിയൻറ്റുമായിട്ടുമാണ്. അതായത് ഏറ്റവും ബേസ് മോഡലാണ് XE വേരിയൻറ്റ്. സോ നമുക്ക് എന്തായാലും ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് തന്നെ പോവാം. സോ നമുക്ക് എന്തായാലും ആദ്യമായിട്ട് വെഹിക്കിളിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു അഗ്രസീവ് ആൻഡ് ഒരു ബോൾഡ് ഡിസൈൻ തന്നെയാണ് ടാറ്റ ഈ വെഹിക്കിളിൽ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റ്സൊക്കെ നമുക്ക് നോക്കാം. അതായത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സാണ് വന്നിട്ടുള്ളത്. അതിനുള്ളിൽ ഒരു DRLസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ലോ ബീമും ആണ് പ്രൊജക്ടറിൽ വരുന്നത്, മറ്റേത് ഹൈ ബീം തന്നെയാണ്. അതിനുള്ളിലൊരു ബ്ലാക്ക് ഇൻസേർട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വെഹിക്കിളിലെ ഏറ്റവും ഹൈലൈറ്റ് വെഹിക്കിളിലെ ഹെഡ്ലൈറ്റ്സും ഈ ഫ്രണ്ട് ഗ്രിൽസ് തന്നെയാണ്. ബേസ് മോഡൽ തന്നെ ടാറ്റ പ്രൊജക്ടർ യൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അടുത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ ഗ്രിൽസൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടുള്ള ഗ്രിൽസ് തന്നെയാണ്. സെൻട്രലിൽ ടാറ്റ നെയിമിങ്ങും കൊടുത്തിട്ടുണ്ട്. നേരെ ലോവറിൽ തന്നെ ഒരു ക്രോം ഇൻസേർട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻസേർട്ട് നേരെ ബ്ലെൻഡ് ചെയ്തിട്ട് ഹെഡ്ലൈറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ DRLസിന് കണക്റ്റഡായിട്ട് തന്നെയാണ് ഈ ക്രോം ഇൻസേർട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെഹിക്കിൾസിൻ്റെ ഫോഗ് ലാമ്പ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ വെഹിക്കിളിൽ ബേസ് മോഡൽ ഫോഗ് ലാമ്പ്സ് വന്നിട്ടില്ല. ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഇൻസേർട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ വെഹിക്കിളിൻ്റെ ലോവർ ഗ്രിൽസൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല വലിയ രീതിയിലുള്ള സ്റ്റൈലിഷ് രീതിയിലുള്ള ലോവർ ഗ്രിൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ ബോണ്ടൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, രണ്ട് സൈഡ്സിലും കണ്ടില്ലേ, രണ്ട് രീതിയിലുള്ള ഒരു ക്യാരക്ടർ ലൈൻസ് തന്നെ കൊടുത്തിരിക്കുന്നു. വലിയ ലെങ്ത്തുള്ള ഒരു ബോണറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കൂടി നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള ഒരു ബോണ്ട് ഡിസൈൻ തന്നെയാണ് നെക്സോണിൽ ടാറ്റ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ എൻജിൻ ബേ ഒക്കെ നോക്കി നോക്കാം. കണ്ടില്ലേ, ഇവിടെ ടാറ്റയുടെ ഒരു നെയിമിംഗ് ബ്രാൻഡിങ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായ രീതിയിലുള്ളൊരു എൻജിൻ ബേ തന്നെയാണ്. ഈ വെഹിക്കിളിൻ്റെ എൻജിൻ ടൈപ്പ് വരുന്നത് 1.2 ലിറ്റർ റിവോട്രോൺ ടർബോ ചാർജ് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഈ വെഹിക്കിൾ തരുന്ന മാക്സിമം പവർ വരുന്നത് 118 bhp at 5500 RPM. കൂടാതെ മാക്സിമം ടോർക്ക് വരുന്നത് 170 Nm at 1750 to 4000 RPM ആണ്. അതായത് 1.2 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിൻ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവർ ഔട്ട്പുട്ട് തരുന്ന എഞ്ചിൻ തന്നെയാണ് ടാറ്റ ഈ വെഹിക്കിളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ സൈഡ് ഡിസൈൻ തന്നെ നോക്കാം. ഒരു ഭയങ്കര ബോൾഡായ രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ്. എസ്പെഷ്യലി നമുക്ക് വെഹിക്കിളിൻ്റെ ഫെൻഡറൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ഒരു വൈഡ് രീതിയിലുള്ള ഒരു ബൾജിയൊക്കെ ടൈപ്പുള്ള ഒരു ഫെൻഡർ തന്നെയാണ്. ഏകദേശം ബാക്കിലും ഫ്രണ്ടിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ്സിൻ്റെ സൈഡിൽ നെക്സോൺ എന്ന നെയിമിങ്ങും യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വെഹിക്കിളിലെ വീൽ ബേസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, 2498 mm ആണ് വെഹിക്കിളിലെ വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീൽ ബേസ് വന്നിട്ടുണ്ട്. പിന്നെ വീൽ ആർച്ചിൻ്റെ ബോർഡർ കൂടെ ഒരു ഫൈബർ ഇൻസേർട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വീൽ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, 195/60 16 ഇഞ്ച് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. ഒരു സിൽവർ ഡ്രം വീൽസ് തന്നെയാണ്, ഒരു സിൽവർ കളറിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണിച്ചാൽ ഒരു സിൽവർ കളറുമായിട്ടൊരു ബ്ലാക്ക് കൊടുത്താൽ കുറച്ചും കൂടിയും ഒരു ലുക്ക് നൽകും. ബേസ് മോഡലാണ്, എന്നാൽ കൂടിയും ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുക്കാമായിരുന്നു. ഇവിടെ ടാറ്റയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വെഹിക്കിളിലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്നത് 290 കൂടാതെ വെഹിക്കിളിലെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം, 209 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ടാറ്റ ഈ വെഹിക്കിളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വെഹിക്കിളിലെ മിറേഴ്സൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു മാറ്റ് ഫിനിഷ് കൂടിയ മിറേഴ്സ് തന്നെയാണ്. വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഒരു ബേസ് മോഡൽ നല്ല കാര്യം തന്നെയാണ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ, എല്ലാം കൂടിയും ബേസ് മോഡൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. കൂടാതെ വിൻഡോ ഫ്രെയിംസൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള ഒരു വിൻഡോ ഫ്രെയിംസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വിൻഡോ ബീഡിങ്ങൊക്കെ ഒരു വൈറ്റ് ഇൻസേർട്ട് യൂസ് ചെയ്തിരിക്കുന്നു. അതൊരു നമുക്ക് കുറച്ച് കളറിന് കുറച്ചൊരു ആഭാഗമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. കൂടാതെ വെഹിക്കിൾ ഡോർ ഹാൻഡിൽസൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, അതൊക്കെ മാനുവലി സെൻട്രൽ ലോക്കൊന്നും വരുന്നില്ല. മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ഡോർ ഹാൻഡിൽസ് തന്നെയാണ് ഈ വെഹിക്കിളിൽ ഓവറോൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡോർസൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള ഭയങ്കര ബിൽഡ് ക്വാളിറ്റി കൂടിയ ഡോർസ് തന്നെയാണ് ടാറ്റ ഈ വെഹിക്കിളിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ റിയർ ഡോർസും ഒന്ന് നോക്കി നോക്കാം. ഭയങ്കര വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ഡോർ ഡിസൈൻ തന്നെയാണ് നെക്സോണിൽ ടാറ്റ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ വെഹിക്കിളിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 44 ലിറ്റേഴ്സാണ്. അടുത്ത് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ റിയർ സെക്ഷനൊക്കെ നോക്കി നോക്കാം. റിയർ ഡിസൈൻ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ബോൾഡായ രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ കാണുന്ന രീതിയിലുള്ള സെയിം ഒരു ബോൾഡ്നെസ് തന്നെ ബാക്കിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. റൂഫിലൊക്കെ ഒരു സ്പോയിലർ രീതിയിൽ തോന്നിപ്പിക്കുന്നുണ്ട്. പിന്നെ നേരെ അടിയിൽ ഒരു റിയർ ലൈറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെയിലൈറ്റ്സൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള ഒരു ഡ്യുവൽ ടെയിലൈറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു LED കൂടിയ ഒരു ടെയിലൈറ്റ്സ് തന്നെയാണ് ഈ നെക്സോണിൽ ടാറ്റ വന്നിട്ടുള്ളത്.
പിന്നെ നേരത്തെ പറഞ്ഞു സൈഡിൽ കാണുന്ന രീതിയിലുള്ള സെയിം ടൈപ്പ് ഓഫ് വൈറ്റ് ഇൻസേർട്ട് തന്നെ ഈ ബാക്കിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ടാറ്റ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നേരെ അടിയിൽ തന്നെ ഒരു നെക്സോൺ എന്ന നെയിമിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബമ്പറിൻ്റെ ലോവർ നോക്കുമ്പോൾ തന്നെ ഇവിടെ റിഫ്ലക്റ്റേഴ്സും അതിനും ബോർഡർ കൂടെ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ റിയർ ഫോഗ്ലാം വരുന്നില്ല. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാം വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വെഹിക്കിളിലെ ബൂട്ടൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഭയങ്കര റെസ്പോൺസീവായ ഒരു ബൂട്ട് തന്നെയാണ്. ഇവിടെ ചെറിയൊരു ഹോൾഡേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. 350 ലിറ്റേഴ്സ് ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ്. ഒരു വലിയ രീതിയിലുള്ള ഒരു പാർസൽ ട്രേയും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ 2 സൈഡ്സിലും ഒരു ഹുക്സ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡ്സിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീൽ സ്റ്റെപ്പിനെയൊക്കെ നോക്കുമ്പോൾ തന്നെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. നല്ല യൂട്ടിലൈസ് സ്പേസ് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്ത ഒരു വീൽ സ്പേസ് തന്നെയാണ് ഈ വെഹിക്കിളിൽ ഉള്ളത്. നമുക്കടുത്ത റിയർ ഒരു കംഫർട്ടൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. നമുക്ക് വെഹിക്കിളിൻ്റെ ഡോർ പാഡ്സൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഇവിടെ ചെറിയൊരു ഹോൾഡറും പിന്നെ നല്ലൊരു സിൽവർ ഇൻസേർട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ബോട്ടിൽ വയ്ക്കാൻ പറ്റില്ല ചെറിയൊരു ഹോൾഡേഴ്സും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പവർ വിൻഡോസും നല്ല വരുന്നില്ല. കാരണം ബിക്കോസ് ഇതൊരു ബേസ് മോഡൽ തന്നെയാണ്. അപ്പം മാനുവലി ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കൂടാതെ ട്യൂട്ടേഴ്സിനും സ്പീക്കേഴ്സിനും ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഈ വേരിയൻറ്റിൽ സ്പീക്കേഴ്സും മ്യൂസിക് സിസ്റ്റം ഒന്നും അവൈലബിൾ അല്ല. അടുത്ത് നമുക്ക് വെഹിക്കിളിലെ റിയർ കംഫോർട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം വലിയ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹെഡ് സ്പേസ് തന്നെയാണ് ഈ വെഹിക്കിളിൽ ഉള്ളത്. പിന്നെ ഇവിടെ ഹാൻഡ് ഹോൾഡേഴ്സ് ഒന്നുമില്ല. അത് കോ ഡ്രൈവർ സീറ്റിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സീറ്റ്സൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു സീറ്റ്സ് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കൂടിയ സീറ്റ്സ് തന്നെയാണ് ഈ വെഹിക്കിളിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ലെഗ് സ്പേസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ കുഴപ്പമില്ല. അത്യാവശ്യം ഫ്രണ്ട് സീറ്റ് കുറച്ചും കൂടി നമുക്ക് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസും ഒരു വലിയ വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നില്ല. എന്നാൽ ബാക്കിൽ ഇരിക്കുമ്പോൾ ചെറിയൊരു താഴ്ച ഉണ്ട്. എന്നാൽ കൂടി അത്ര ഡിസ്കംഫേർട്ട് തോന്നുന്നില്ല. കുഴപ്പമില്ലാത്ത ഒരു സീറ്റിംഗ് കംഫർട്ട് തന്നെയാണ് ടാറ്റ വെഹിക്കിളിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സെക്ഷൻ നോക്കുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു പോർഷൻ ചിലപ്പോൾ 3 പേർക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഒരു നമ്മുടെ ലെഗ് തട്ടാനുള്ള ചെറിയൊരു ഡിസ്കംഫോർട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ബേസ് മോഡൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അതായ ഫീച്ചേഴ്സ് തന്നെ കൊടുക്കുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും ഒന്നും വന്നിട്ടില്ല. ഓവറോൾ ബാക്കിലിരിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ക്വാളിറ്റി തന്നെ ടാറ്റ ഈ വെഹിക്കിളിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ഡാഷ്ബോർഡ് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത ഡാഷ്ബോർഡ് തന്നെയാണ്. പിന്നെ AC വെൻസിൻ്റെ ബോർഡർ കൂടെ എല്ലാവരും ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ AC-ൻ്റെ എല്ലാ ബോർഡേഴ്സ് കൂടി ഒരു ഗ്രേ ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലോ ബോക്സ് നോക്കാം. ഒരു 1 ക്ലിക്ക് ഗ്ലോ ബോക്സ് തന്നെയാണ്. കണ്ടില്ലേ, വലിയ രീതിയിലുള്ള ഗ്ലോ ബോക്സ് തന്നെയാണ്. അത്യാവശ്യം ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഗ്ലോ ബോക്സ് ഉള്ള ഒരു വെഹിക്കിൾ തന്നെ നമുക്ക് ഈ വെഹിക്കിളിനെ വിശേഷിപ്പിക്കാം. കൂടാതെ AC നോബ്സ് എല്ലാം ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ശരിക്കും നമ്മൾ USB ചാർജിങ്ങും എല്ലാം വരുന്ന പോർഷനാണ്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടില്ല. ബിക്കോസ് ഒരു ബേസ് മോഡൽ തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞു മിറേഴ്സ് എല്ലാം മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ നോബ്സൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വലിയ രീതിയിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ സ്പേസ് തന്നെയാണ്. ഇവിടെയും 2 സൈഡ്സ് കൂടിയും ആ ഒരു ഗ്രേ ഇൻസേർട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. പിന്നെ ഈ പോർഷനിലും AC വെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഗിയർ ബോക്സ് വന്നിട്ടുള്ളത് വിത്ത് റിവേഴ്സൊക്കെ എൻഗേജ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് നേരെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ റിവേഴ്സ് അപ്ലൈ ആവുന്നതാണ്. കൂടെ തന്നെ ഇവിടെയൊക്കെ ചെറിയ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ വെഹിക്കിൾ 3 മോഡ്സാണ് അവൈലബിൾ. സിറ്റി മോഡ്, എക്കോ മോഡ് ആൻഡ് സ്പോർട്സ് മോഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കടുത്ത് വെഹിക്കിളിലെ സ്റ്റെയറിംഗ് ഒക്കെ നോക്കി നോക്കാം. നല്ല രീതിയിലുള്ള സ്റ്റെയറിംഗ് തന്നെയാണ്. അതിനൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ പിന്നെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊക്കെ ഓപ്ഷൻ ഉള്ള സ്പേസ് തന്നെയാണ്. അത് ഫുൾ ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിന്നെ കൂടാതെ തന്നെ ടാറ്റയുടെ നെയിമിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കണ്ടില്ല, നല്ല ഗ്രിപ്പോട് കൂടിയുള്ള സ്റ്റിയറിങ്ങും നല്ല ഒരു സ്പോർട്ടി ടൈപ്പ് രീതിയിലുള്ള സ്റ്റിയറിംഗ് തന്നെയാണ്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ വൈപ്പർ കൺട്രോൾ ചെയ്യാൻ സ്വിച്ചസും ഹെഡ്ലൈറ്റ് സ്വിച്ചസും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ മീറ്റേഴ്സ് നോക്കുമ്പോൾ തന്നെ അറിയാം ഫുള്ളി ഡിജിറ്റൽ മീറ്റേഴ്സ് തന്നെയാണ് ഈ വെഹിക്കിളിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
സ്പീഡ് ഇൻഡിക്കേഷൻസും RPMസും എല്ലാം കംപ്ലീറ്റ് ഫ്യൂവൽ എല്ലാം നല്ല രീതിയിലൊരു നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള ഒരു മീറ്റേഴ്സ് തന്നെയാണ് മീറ്റർ കൺസോളും. അതിൻ്റെ ബോർഡർ കൂടെ തന്നെ ക്രോം ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിലോമീറ്റേഴ്സ് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ വണ്ടി എക്കോ മോഡിലാണ്. ഇവിടെ ടൈമുണ്ട്, പിന്നെ ഡോർസൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഇൻഡിക്കേഷൻസൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ കിലോമീറ്റേഴ്സ്, ഓഡോമീറ്റർ, പിന്നെ ആവറേജ് മൈലേജ് എല്ലാം ഉള്ള നല്ല പക്ക ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് കണ്ടില്ലേ, ഇവിടെ 2 പവർ വിൻഡോ സ്വിച്ചസ് വന്നിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലും ഡ്രൈവർ സീറ്റിനും മാത്രമാണ് പവർ വിൻഡോസ് ഉള്ളൂ. ബാക്കിയെല്ലാം നോർമലി സാധാ മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇത് ആസ് യൂഷ്വൽ നമ്മുടെ ഫ്യൂവൽ ലിഡിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ളതും ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളതും ബോണറ്റിൻ്റെ ഒക്കെ സ്വിച്ചസൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഓവറോൾ ഇൻറ്റീരിയറൊക്കെ വലിയ മോശം പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ തന്നെ. പിന്നെ സീറ്റ്സൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, സീറ്റായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ വേണമെച്ചാൽ സ്റ്റിയറിംഗ് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ വെഹിക്കിളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ഇൻറ്റീരിയർ വലിയ മോശമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ലൈറ്റ്സൊക്കെ ഒരു LED ലൈറ്റ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ലാമ്പൊക്കെ LED ലൈറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ റിയർ സെക്ഷനിലൊന്നും നൈറ്റ് ലാമ്പ് വന്നിട്ടില്ല. ഇവിടെ ചെറിയൊരു മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു മിറേഴ്സും ഈ സൈഡ്സിലും മിറേഴ്സും ഇവിടെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ മിറേഴ്സ് എല്ലാം നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുക തന്നെ വേണം. സേഫ്റ്റി നോക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ABS, EBD, പിന്നെ ഡ്യുവൽ എയർ ബാഗ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ട്രാക്ഷൻ കൺട്രോളും വെഹിക്കിളിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അപ്പോൾ വെഹിക്കിളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കി നോക്കാം. വെഹിക്കിളിൻ്റെ പവറും കൂടാതെ തന്നെ മൈലേജും എല്ലാം നമുക്കൊന്ന് റിവ്യൂ തന്നെ ഒന്ന് ഡീറ്റെയിൽ ഒന്ന് നോക്കി നോക്കാം. നേരത്തെ പറഞ്ഞ വെഹിക്കിൾ വരുന്നത് 6 സ്പീഡ് ട്രാൻസ്മിഷൻ വിത്ത് റിവേഴ്സാണ് വരുന്നത്. കൂടാതെ തന്നെ വെഹിക്കിൾ 3 മോഡ്സാണ് വരുന്നത്: എക്കോ മോഡ്, സ്പോർട്ട് മോഡ്, സിറ്റി മോഡ്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഏകദേശം നമുക്ക് കമ്പനി പറയുന്നത് ഒരു 18 km/ലിറ്റർ ആണ്. ഏകദേശം നമുക്ക് ആ മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ എക്കോ മോഡാകും കുറച്ചും കൂടി നല്ലത്. സിറ്റി മോഡൊക്കെ ആകുമ്പോൾ ഏകദേശം നമുക്കൊരു 14 km ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്പോർട്സ് മോഡാകുമ്പോൾ നേരെ അത് ഡൗൺ ആവും. നമുക്ക് എത്രത്തോളം കിട്ടും നമുക്ക് അറിയില്ല. നമുക്ക് എന്തായാലും ഒരു ചെറിയ ടൈമുള്ളൂ. നമുക്ക് എന്തായാലും ഒരു എക്കോ മോഡ് വെഹിക്കിളിൻ്റെ എക്സ്പീരിയൻസ് നോക്കി നോക്കാം. ഇപ്പം നമ്മൾ പോകുന്നത് എക്കോ മോഡിലാണ്. നേരത്തെ പറഞ്ഞ വെഹിക്കിൾ വരുന്നത് 1.2 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ വെഹിക്കിൾ തരുന്ന മാക്സിമം പവർ വരുന്നത് 118 bhp ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവർ തന്നെയാണ്. ഒരു 1.2 ലിറ്ററിൽ സംബന്ധിച്ചോളം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവർ ഔട്ട്പുട്ട് തന്നെയാണ് വെഹിക്കിൾ തരുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന ഈ എക്കോ മോഡ് പോകുമ്പോൾ തന്നെ ഈ ട്രാൻസ്മിഷനൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് രീതിയിലുള്ള ട്രാൻസ്മിഷൻ തന്നെയാണ്. വലിയ നോയ്സ് ഒന്നും ഉള്ളിലേക്ക് ഫീൽ ചെയ്യുന്നില്ല. ആസ് യൂഷ്വൽ വരില്ല, ബിക്കോസ് ഒരു പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ തന്നെയാണ്. ഭയങ്കര ഒരു എക്കോ മോഡ് തന്നെ ശരിക്കും വെഹിക്കിളിൻ്റെ നമുക്കൊരു പ്ലസൻറ്റ് ഡ്രൈവിങ്ങിന് എക്കോ മോഡ് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ വെഹിക്കിൾ അത്രയും സൈലൻറ്റും അവരിപ്പോൾ പറയുന്ന ഏകദേശം ആ ഒരു മൈലേജ് കിട്ടുമ്പോൾ എക്കോ മോഡ് തന്നെയാവും നല്ലത്. അടുത്തത് നമുക്ക് വെഹിക്കിളിലെ സിറ്റി മോഡിലൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി നോക്കാം. വെഹിക്കിൾ സിറ്റി മോഡായി. നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എക്കോ മോഡിൽ നിന്നും. ഇനീഷ്യൽ ടോർക്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിഫറൻസ് തന്നെയാണ് സിറ്റി മോഡിലേക്ക് പോകുമ്പോൾ തന്നെ. കുറച്ചും കൂടി എൻജിൻ അതിൻ്റെ പവർ യൂസ് ചെയ്യും ഈ സിറ്റി മോഡിലാകുമ്പോൾ. ഫുള്ളായിട്ടല്ല, എന്നാലും ഒരു 75 to 80% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്കൊരു ഷോർട്ട് ഡിസ്റ്റൻസ് തന്നെ 4th ഗിയറിലൊക്കെ പോകുമ്പോൾ തന്നെ വലിയ ലാഗൊന്നും തോന്നുന്നില്ല. സിറ്റി മോഡിൽ വിടുമ്പോൾ തന്നെ നേരത്തെ എക്കോ മോഡിൽ നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. പക്ഷേ സിറ്റി മോഡിൽ ഇത്രയും ഷോർട്ട് ഡിസ്റ്റൻസിൽ തന്നെ 4th ഗിയറിലൊക്കെ ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ലാഗോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഏകദേശം ഒരു 50 km/ലാണ് പോകുന്നത്. എന്നാൽ കൂടിയും നമുക്ക് ഒട്ടും ഡിസ്കംഫർട്ട് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ തോന്നുന്നില്ല.
ഇപ്പോൾ വെഹിക്കിൾ സ്പോർട്സ് മോഡിലാണ്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം. വെഹിക്കിൾ 1.2 ലിറ്ററിൻ്റെ ഒരു 95%ഓളം അല്ലെങ്കിൽ ഒരു 100%ഓളം യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ സ്പോർട്സ് മോഡിൽ തന്നെയാണ്. നമ്മൾ പോകുന്നത് 3rd ഗിയറിലാണ്. ടോർക്ക് തന്നെയാണ്. നേരത്തെ പറഞ്ഞ 170 Nm ടോർക്കാണ് ഈ വെഹിക്കിൾ തരുന്നത്. നമ്മൾ സ്പോർട്സ് മോഡ് ഇടുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് എൻജിൻ്റെ ശരിക്കുള്ള ആ ഒരു പെർഫോമൻസ് ഉള്ളിൽ തന്നെ ഫീൽ ചെയ്യുന്നതാണ്. ബിക്കോസ് ആ സൗണ്ടിൽ വരുന്ന മാറ്റം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും എത്രത്തോളം പെർഫോമൻസ് വെഹിക്കിൾ നൽകുന്നു. ഒട്ടും ലാഗില്ലാത്ത ഒരു ലാഗും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ 3rd ഗിയറിലാണ് വെഹിക്കിൾ പോകുന്നത്. നമ്മൾ 4th ഗിയറിൽ തന്നെ ആയി. ഓരോ ഗിയറിലും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ ആക്സിലറേഷൻ ഇങ്ങനെ കൊടുക്കാൻ തോന്നും. നമുക്ക് ആ ആക്സിലറേഷൻ അങ്ങനെ ഫീൽ ചെയ്യും. ഓരോ ഗിയറിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ആക്സിലറേഷൻ അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. ബിക്കോസ് നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ ആക്സിലറേഷൻ ഒന്നും കൂടി പ്ലേ ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. ബിക്കോസ് ആ വെഹിക്കിൾ അത്രയും നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് തരുന്നത്. 3rd ഗിയറിലായാലും കണ്ടില്ലേ, ഞാനൊരു 50 പോകുന്നത്, എന്നാലും വെഹിക്കിൾ യാതൊരു തരത്തിലുള്ള ലാഗിങ്ങോ ഒന്നും വരുന്നില്ല. ബട്ട് ഇതൊരു 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. എന്നാൽ കൂടി ടെർബോ ഉള്ള ഒരു എഞ്ചിനാണ്. അതാണ് വെഹിക്കിൾ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു പവർ തരുന്നത്. നമ്മൾ 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഇൻഡിക്കേഷൻ വന്നു. സ്പീഡ് ഇപ്പോൾ എല്ലാ വണ്ടിയിലും കാണുന്ന രീതിയിലുള്ള ഒരു സ്പീഡ് വാണിംഗ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വാണിംഗ് വന്നിട്ടുണ്ട്. ഏകദേശം 5th ഗിയറിലാണ് പോകുന്നത്. ഡ്രൈവിംഗ് ആയാലും സീറ്റിംഗ് കംഫോർട്ടായാലും ഡ്രൈവർ സീറ്റ് നമുക്ക് അത്ര മോശം പറയാൻ പറ്റില്ല. നല്ല നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ കൂടിയും നമുക്ക് അത്ര ഡിഫിക്കൽട്ടി ഒന്നും വെഹിക്കിൾ റൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഓരോ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും അതിൻ്റേതായ ഒരു ലാഗും ഒന്നും കാണിക്കുന്നില്ല. എന്ത് തന്നെയായാലും നല്ലൊരു ഈ സെഗ്മെൻറ്റ് നല്ലൊരു മികച്ച വണ്ടി തന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വിശേഷിപ്പിക്കാം. പവറിലായാലും ഫീച്ചേഴ്സിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ നല്ല ഫീച്ചേഴ്സുള്ള വണ്ടിയാണ്. ഇത് ബേസ് മോഡലാണ്, എന്നാൽ കൂടിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് ബേസ് മോഡലിലും ടാറ്റ നെക്സോണിലും അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ റോഡ്സ് എന്തായാലും 6th ഗിയറിൽ പോയി നോക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ 6th ഗിയറിൽ പോയാൽ തന്നെ അപ്പോൾ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ 6th ഗിയറിൽ പോയി നോക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വെഹിക്കിളൊന്ന് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി നോക്കുക. ബിക്കോസ് അത്രയും നല്ല ഒരു ലോങ് ട്രാവലിനായാലും നമുക്ക് അത്യാവശ്യം നല്ല ആ ഒരു ഹൈറ്റുള്ള വണ്ടിയും ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും വീൽ ബേസ് ആയാലും എല്ലാം മികച്ചത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഒരു ബേസ് മോഡൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ഒക്കെ ബേസ് മോഡൽ കൊടുക്കുക നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അത്യാവശ്യം രീതിയിലുള്ള ഫീച്ചേഴ്സൊക്കെ XE വേരിയൻറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വെഹിക്കിൾ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി നോക്കുക. നല്ല രീതിയിലുള്ള പെർഫോമൻസും കൂടെ തന്നെ 3 മോഡ്സും സിറ്റി മോഡും സ്പോർട്സ് മോഡും എക്കോ മോഡ്സും ഒക്കെ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ അവൈലബിൾ ആണ്. സോ നമ്മളിപ്പോൾ വെഹിക്കിളിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 8,06,000 രൂപയാണ്. പെട്രോൾ വേരിയൻ്റ് ആണ് ഈ വെഹിക്കിൾ വരുന്നത്. പിന്നെ ഈ വെഹിക്കിളിൻ്റെ കളർ നെയിം വരുന്നത് ഫോളിയേജ് ഗ്രീൻ കളർ തന്നെയാണ്, ഒരു വെറൈറ്റി കളർ തന്നെയാണ്. സോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വേഗമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇൻ ദി സൈനിങ് ഓഫ്. ബൈ.